യുവതിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി യാസിർ ലക്ഷ്യം വെച്ചത് ഭാര്യാപിതാവിനെ. വെട്ടേറ്റ ഷിബിലയെ രക്ഷിക്കാൻ ശ്രമിച്ച നാട്ടുകാർക്കെതിരെ യാസിർ കത്തിവീശിയെന്ന് സാക്ഷിയായ അയൽവാസി ന്യൂസ് മലയാളത്തോട്. വരുമ്പോൾ അവൻ കത്തി വീശിയിട്ട് എൻ്റെ നേരെ അങ്ങോട്ട് വന്നു. അപ്പോൾ കുഞ്ഞിന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ പുള്ളിൻ്റെ തലയാട്ടിയിൽ മുറിവുണ്ടായിരുന്നു, വാർന്നൊഴുകിയിട്ടുണ്ടായിരുന്നു. അവളവിടെ കത്തിക്ക് ഇവിടെ കുത്തുവെട്ടിട്ട് അവിടെ വീണെടുക്കുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് വീശുകയും ചെയ്തു. അടുക്കുന്നവരൊക്കെ മേരെ കത്തി ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ഒരു റഫ് മൈൻഡായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവരും കുത്തും എന്നുള്ള രീതിയിൽ കത്തി വീശിയായിട്ടാണ് നടന്നിനെ. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസും രതീഷ് വാസുദേവനും ചേരുന്നുണ്ട്. ആദ്യം രതീഷിലേക്ക് പോകാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ രതീഷ് നൽകും. രതീഷ്, ഈ യാസിർ ലഹരിക്കടിമയാണ്, കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ്. അവിടുത്തെ നാട്ടുകാർ പോലും ഇന്നലെ നമ്മളോടൊക്കെ പ്രതികരിച്ചത് ഇയാൾ ലഹരി കണ്ണിയാണെന്ന് പോലും പ്രതികരിച്ചു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ അനുസരിച്ച് കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകം എന്നതിനപ്പുറം ഭാര്യാപിതാവിനെ, ഷിബിലയുടെ പിതാവിനെയാണ് പ്രതി യാസിർ ലക്ഷ്യം വെച്ചതെന്നാണ്. എന്താണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? സദലക്ഷ്മി, തീർച്ചയായും അത്തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം അത് പോലീസിൻ്റെ ഔദ്യോഗിക മൊഴിയല്ല. എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വെച്ച് ഈ യാസിറിനെ പിടികൂടിയ നാട്ടുകാരോടാണ് താൻ ഉദ്ദേശിച്ചത് അബ്ദുറഹ്മാനെയാണ്, പിതാവിനെയാണ്, ഉപ്പയെയാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. എന്നാൽ ഔദ്യോഗിക പ്രതികരണമാണോ എന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അത്തരം പ്രതികരണം നടത്തിയെന്ന് പോലും വിശദമായ മൊഴിയെടുപ്പിന് ശേഷമേ പറയാൻ പറ്റൂ. പോലീസ് എന്തായാലും ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വലിയ നടുക്കത്തിലാണ് ഇവിടെ ഈ കക്കാട് നാക്കളമ്പയിൽ പ്രദേശത്തുള്ള ആളുകൾ. വലിയ പേടിയിലാണ്. കാരണം ഇനി എന്ത് സംഭവിക്കും? കാരണം 3 മരണങ്ങളാണ് ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ആഷിക്ക് ലഹരിയുടെ വലിയ അവസ്ഥയിൽ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലും പേടിയിലുമാണ് ഈ നാട്ടിലെ ആളുകൾ. ആരോട് പരാതി പറയും? ഈ ഇത്തരത്തിൽ 28-ന് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു യുവാവാണ് ഇയാൾ, അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതി പോലും പോലീസ് ഗൗരവത്തോടെ പരിഗണിച്ചില്ല എന്ന ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് ആരോട് പരാതി പറയും ഈ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. നമ്മളിപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള നാസറുണ്ട്, സുനീറുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ആശങ്ക? നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആശങ്കയിലാണ് മുന്നോട്ട് പോകുന്നത്. ലഹരി ഉപയോഗിച്ചുകൊണ്ട് അടിക്കടി ക്രൂരമായ കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും ഗൗരവമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു പ്രയാസമുണ്ടായാൽ സാധാരണഗതിയിൽ ആളുകൾ പോലീസിലാണ് അതിൻ്റെ പരാതി കൊടുക്കുക. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ ജീവന ഭീഷണിയുണ്ട്, ലഹരി ഉപയോഗിച്ച് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലാണ് നമ്മൾ പരാതി കൊടുക്കുക. പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും ഇതിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ കുട്ടിയും ഈ മരണത്തിന് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ 28-ാം തീയതി എൻ്റെ ജീവന ഭീഷണിയുണ്ട്, എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ലഹരി ഉപയോഗിച്ച് പല സമയങ്ങളിലായി പല രീതിയിലും സ്വഭാവത്തിലുമാണ് പെരുമാറുന്നത്, എനിക്ക് അവിടെ നിൽക്കാൻ പേടിയുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി പോലീസിൽ പരാതി കൊടുത്തതാണ്. പക്ഷേ ആ പരാതിയുടെ മേലിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ശരിക്ക് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടാണ് ഞങ്ങൾ ഈ ഇത്തരത്തിലുള്ള പ്രശ്നം പറയേണ്ടത്? ലഹരി സംഘങ്ങൾ അഴിഞ്ഞാട്ടം ഈ പ്രദേശത്ത് പതിവാണോ? നിങ്ങൾ നാട്ടുകാർ ഇത് സാധിക്കുന്നില്ല? നാട്ടുകാർ ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ സമീപ പ്രദേശങ്ങളും ചുറ്റുവട്ടത്തുമൊക്കെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി ഉണ്ടാക്കി അതിനെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ തന്നെ ഇവർ വഴുതി മാറിയിട്ട് മറ്റു രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ അത് വിൽക്കുകയും അത് ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ പല വീടുകളിലും ഇവിടെ വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച് പോരുന്ന പല കുടുംബങ്ങളും തൻ്റെ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്.
തീർച്ചയായും വലിയ ആശങ്കയിലാണ് നാട്ടുകാർ അവരുടെ ആശങ്കയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സുനീർ ഉൾപ്പെടെ നമ്മോട് വിവരിച്ചത്. എന്തായാലും ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഈ സംബന്ധിച്ച ഇവരുടെ വീട് കക്കാടുള്ള വീട് പരിശോധിക്കുകയാണ്. ഓക്കെ രതീഷ്.